ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം. ആദിത്യ ഭഗവാന്റെ കത്തിക്കാളുന്ന കുംഭച്ചൂടേറ്റ് തിളച്ചുമറിയുന്ന നിലത്ത് അടുപ്പുകൂട്ടി അതിൽ പുത്തൻ കലത്തിൽ ആറ്റുകാലമ്മയ്ക്ക് മുന്നിൽ നൽകുന്ന ആത്മസമർപ്പണമാണ് പൊങ്കാല. അനുഗ്രഹ വരദായിനിയായ ആറ്റുകാലമ്മയുടെ കാൽക്കൽ സ്വയം സമർപ്പിച്ച് പൊങ്കാലയെടുപ്പിൽ നിന്ന് മനസ്സുകളിലേക്ക് ഭക്തിയുടെ അഗ്നി പടർന്ന് രാവിലെ ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാരയടുപ്പിൽ തീ പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. കൊടും വെയിലത്തും പൊങ്കാല അർപ്പിക്കാൻ സഹനത്തിന്റെ പ്രതീകമായ മഹളാരത്നങ്ങൾ എത്തുമ്പോൾ വെയിൽ അവർക്ക് മുന്നിൽ തോൽവി സമ്മതിക്കുകയായിരുന്നു തോന്നാം. കുംഭത്തിലെ കൊടും ചൂടും പൊങ്കാല അർപ്പിക്കുമ്പോഴുള്ള ചൂടും സഹിക്കാൻ ഈ നാരിമാരെ പ്രാപ്തമാക്കുന്നത് കണ്ണകീദേവിയുടെ പിന്മുറക്കാരായതിനാലാണ്. ആ തീഷ്ണ ശക്തി തന്നെയാണ് പകൽ ചൂടിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് പകരുന്നത്. ആത്മാർപ്പണവും ത്യാഗ മനോഭാവവും നിറഞ്ഞ ഭക്തിയും വിശ്വാസവും ഓരോ വർഷം കഴിയുന്തോറും ജനങ്ങൾക്ക് ഏറി വരികയാണ്. വനിതകൾ അനന്തപുരി കീഴടക്കുന്ന ദിവസമാണ് സ്ത്രീകൾ സ്വാതന്ത്ര്യ ദിനമായി പൊങ്കാല ദിവസം ആഘോഷിക്കുന്നത്. പുരുഷാധിപത്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന കുടുംബങ്ങളാണ് ഭൂരിഭാഗവും. സ്ത്രീകൾ അനുഭവിക്കുന്ന ആത്മസംഘർഷവും ദുരിതവും ഏറെയാണ്. പരാതിപ്പെടാൻ പോലും പറ്റാത്തവർ ആറ്റുകാലമ്മ കാക്കുമെന്ന് കരുതുന്നു. ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായിരുന്ന മുല്ലവീട്ടിൽ തറവാട്. അവിടത്തെ പരമസാത്വികനായിരുന്ന കാർണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിക്കവേ ഒരു ബാലിക പ്രത്യക്ഷപ്പെട്ടു. തന്നെ ആറിനക്കരെ എത്തിക്കാമോ എന്ന് ബാലിക കാർണവരോട് ചോദിച്ചു. കാർണവർ 6 മുറിച്ച് ബാലികയെ അക്കരെ എത്തിച്ചു. സമീപത്തുള്ള തന്റെ ഭവനത്തിലേക്ക് കാർണവർ ബാലികയെ കൂട്ടിക്കൊണ്ടുപോയി. കാർണവർ ഭക്ഷണം ഒരുക്കുന്നതിനിടെ ബാലിക അപ്രത്യക്ഷമായി. അന്ന് രാത്രി കാർണവർ ബാലികയെ സ്വപ്നത്തിൽ ദർശിച്ചു. ബാലിക ആദിപരാശക്തിയായ പ്രപഞ്ചനാഥയാണെന്നും താൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് തന്നെ കുടിയിരുത്തണമെന്നും പരാശക്തി അരുൾ ചെയ്തു. പിറ്റേ ദിവസം കാവിലെത്തിയ കാർണവർ ദേവി തന്റെ തൃശൂലത്താൽ രേഖപ്പെടുത്തി അടയാളം കണ്ട സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം. മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ഐതിഹ്യം. തന്റെ കണ്ണിൽ നിന്നും പുറപ്പെടുന്ന അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിനായി ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റു എന്ന് മറ്റൊരു വിശ്വാസം. മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയത്രേ സ്വീകരിച്ചത്. കോപിഷ്ഠയായ ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നതിനായി പൊങ്കാല അർപ്പിക്കുന്നു എന്ന വിശ്വാസവും ശക്തമാണ്. പാർവതീദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതിന്റെ കഥയും പൊങ്കാല ആഘോഷത്തോടൊപ്പം വിശ്വാസികൾ ചേർത്ത് വായിക്കുന്നു. മഹിഷാസുരമർദ്ദിനിയായ ദുർഗയുടെ തൽസ്വരൂപമാണ് ഭക്തർക്ക് ആറ്റുകാൽ ഭഗവതി. കലിയുഗത്തിൽ ദുഷ്ടനിഗ്രഹത്തിനായുള്ള അവതാരമായും ഭഗവതിയെ ഭക്തർ കണ്ടു വണങ്ങുന്നു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ചടങ്ങുകൾ പാരമ്പര്യ തനിമയോടെയാണ് നടന്നു വരുന്നത്. കൃത്യമായ അനുഷ്ഠാനങ്ങളോടെ വ്രതമെടുത്ത് മാത്രമേ പൊങ്കാല അർപ്പിക്കാവൂ എന്നാണ് വിശ്വാസം. പൊങ്കാലയ്ക്ക് മുമ്പ് ഒരാഴ്ചയെങ്കിലും വ്രതം നോറ്റിരിക്കണം. മത്സ്യം, മുട്ട, മാംസം എന്നിവ ഒഴിവാക്കി സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ. കൂടാതെ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം വ്രതമെടുക്കാൻ. അതിനു പുറമെ പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാവൂ. പൊങ്കാലയ്ക്ക് മുമ്പ് കഴിവതും ക്ഷേത്ര ദർശനം നടത്തുക എന്നിങ്ങനെ പോകുന്നു ആചാരങ്ങൾ. പൊങ്കാല തിളച്ചു തൂകണം. അത് കിഴക്കോട്ടായാൽ നല്ലത്. ഇപ്രകാരമുള്ള തിളച്ചുമറിയൽ വരാനിരിക്കുന്ന അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു. കിഴക്കോട്ട് തൂകിയാൽ ഇഷ്ടകാര്യം ഉടൻ നടക്കും. വടക്കോട്ടായാൽ കാര്യം നടക്കാൻ ഒരല്പം താമസമെടുക്കും. പടിഞ്ഞാറായാലും കുഴപ്പമല്ല. എന്നാൽ തെക്കോട്ട് തൂകിയാൽ ദുരിതം മാറുകയില്ല. പ്രാർത്ഥനയും പൂജയും നന്നായി വേണമെന്ന് മനസ്സിലാക്കണം. വെള്ള പാൽപ്പായസം, ശർക്കര പായസം, മണ്ടപ്പുറ്റ്, തെരളി എന്നിവയാണ് പൊങ്കാലയുടെ കൂടെ സമർപ്പിക്കുന്ന നിവേദ്യങ്ങളിൽ പ്രധാനം. ഭക്തരുടെ ഇഷ്ടമാണ് മുഖ്യം. ഇഷ്ടമുള്ള ഏത് വഴിപാടും അതിന്റെ കൂടെ സമർപ്പിക്കാം. ശിരോരോഗങ്ങൾക്ക് ഒറ്റമൂലി മണ്ടപ്പുറ്റാണ്. പൊങ്കാലയിട്ട കലങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പാചകത്തിന് ഉപയോഗിക്കരുത്. അത് വൃത്തിയാക്കി അരിയിട്ട് വയ്ക്കണം. എന്നും ചോറിനോടുള്ള അരിക്കൊപ്പം അതിൽ നിന്ന് ഒരു പിടി അരി കൂടി ഇട്ടാൽ അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം. ആറ്റുകാൽ പൊങ്കാല ആറ്റുകാലമ്മയുടെ വിശ്വാസികൾ കാത്തിരിക്കുന്ന ദിനങ്ങളിൽ ഒന്നാണ്.